റിയാലിറ്റി ഷോയുടെ ഒരു പരസ്യം, ഗന്ധർവ സംഗീതം. ഗന്ധർവ സംഗീതത്തിന്റെ, അത് പേപ്പറിൽ വരികയും അത് വെറുതെ അപ്ലൈ ചെയ്തിട്ടു. അപ്ലൈ ചെയ്തിട്ട് അന്ന് കാസറ്റിലാണ് നമ്മൾ ശരി, പാടിയത്. റെക്കോർഡ് ചെയ്ത് 3 പാട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കാം. തിരുവനന്തപുരത്തേക്ക് അയക്കണം കാസറ്റ് നമ്മൾ. അപ്പൊ അവിടെ നിന്ന് ജഡ്ജ് അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുമ്പോ ഭയങ്കര അത്ഭുതത്തോടെ ഇപ്പൊ വാട്സപ്പിങ് അങ്ങനെ അങ്ങനെയാണല്ലോ, വളരെ ഈസി ആണല്ലോ. വളരെ അടുത്ത ഓഡിഷൻ പോയി ചെയ്തിട്ട് വരാന്നുള്ളതാണ്. അതെ, അന്ന് കാസറ്റിലാണ്. കാസറ്റിൽ അയക്കുന്നു, നമ്മൾ അറിയുന്ന തന്നെയല്ലേ, എന്താ അത് നടക്കുന്ന അറിയില്ല, അത് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. അതാ സത്യം. അതെ, എത്തിയോ എന്നുള്ളത് തന്നെ ഡൗട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എത്ര പാട്ടുകൾ അയച്ചു കൊടുത്തു? അന്ന് 3 പാട്ടുകൾ. അപ്പൊ എന്റെ ധാരണ അതില് ആ 3 പാട്ടുകൾ കഴിഞ്ഞ് ഒരു റൗണ്ടേ ഉള്ളൂ, അതോടുകൂടി കഴിഞ്ഞു. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റൗണ്ടിൽ തീരുമാനമാവും എന്നുള്ളതാണ്. വേറെ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല ഇന്നത്തെ പോലെ. പക്ഷെ അത് സെലക്ട് ചെയ്ത് അന്ന് 5 റൗണ്ടോ 6 റൗണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ കോമ്പറ്റീഷന് അത് ഓഡിയൻസിന്റെ മുമ്പിലായിരുന്നു പെർഫോം ചെയ്തത്. അതായത് ഇൻഹൗസ് ഷൂട്ടല്ല, എല്ലാ കോമ്പറ്റീഷനും ഓഡിയൻസ് ഓരോ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒരു വലിയ ഹാൾ എടുത്തിട്ട് അവിടെ ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഫുൾ ഓഡിറ്റോറിയം ഫുൾ ഓഡിയൻസ് ആയിട്ട് അവരുടെ മുമ്പിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ലൈവ് പെർഫോമൻസ്.